وبركاته الحمد لله رب العالمين وأفضل الصلوات والتسليم على نبيه الأمين وعلى آله وصحبه أجمعين أما بعد ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ സാദാത്തുക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലാണ് നമ്മൾ ഈ ഒത്തുകൂടിയിട്ടുള്ളത്. ബഹുമാന്യരായ നൂറെ ഹബീബ് സയ്യിദ് ഹാമിദ് ആറ്റക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന ഒരു പ്രവർത്തനമാണ് ഓരോ മാസവും 130ഓളം വരുന്ന യതീമക്കളടങ്ങുന്ന കുടുംബത്തിന് സഹായം നൽകുക. 5000 രൂപ മുതൽ 10000 രൂപ വരെയുള്ള സംഖ്യ ഓരോ മാസവും ഈ 130ഓളം വരുന്ന കുടുംബങ്ങൾക്ക് നൽകിപ്പോരുന്നുണ്ട് എന്നുള്ളത് വളരെയധികം എടുത്തു പറയേണ്ട ഒരു കാരുണ്യ പ്രവർത്തനമാണെന്ന് നമുക്കൊക്കെ അറിയാം. അതേപ്രകാരം തന്നെ ഇന്നിവിടെ ഒരുമിച്ച് കൂടിയ 25 അല്ലെങ്കിൽ 27ഓളം കുടുംബങ്ങൾ വരുന്ന നവംബർ മാസത്തിൽ നടത്താൻ പോകുന്ന സമൂഹ വിവാഹത്തിലെ ആ മംഗല്യ സൗഭാഗ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്ന പെൺകുട്ടികളും അവരുമായി ബന്ധപ്പെട്ട കുടുംബങ്ങളുമാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നൂറെ ഹബീബ് ബഹുമാന്യരായ സയ്യിദ് ആറ്റക്കോയ തങ്ങളെ വിമർശിക്കാനും ന്യൂനതകൾ പരസ്യം ചെയ്യാനും ധാരാളം ആളുകൾ മുന്നിട്ടിറങ്ങാറുണ്ട്. അത് ഇന്നൊരു ട്രെൻഡായി മാറിയിരിക്കുകയാണ്. ഒന്നുമില്ലെങ്കിൽ തങ്ങളെ 4 പറഞ്ഞാൽ ഒരു മാസമൊക്കെ അങ്ങോട്ട് മൈലേജ് കിട്ടുമെന്നുള്ളതാണ് ഇന്ന് ആളുകളുടെ ട്രെൻഡ്. കുറച്ച് ആളുകളെയും കൂടെ കിട്ടും. എന്നാൽ ഇക്കാലയളവിൽ ബഹുമാനപ്പെട്ട സയ്യിദ് ഹാമിദ് ആറ്റക്കോയ തങ്ങളും അവരുൾക്കൊള്ളുന്ന നൂറെ ഹബീബ് മജ്ലിസിൻ്റെ കുടുംബവും ചെയ്തു വെച്ച ആയിരക്കണക്കിന് 10000കണക്കിന് നന്മകൾ ഈ സമൂഹത്തിനും ഈ സമൂഹത്തിലെ അംഗങ്ങൾക്കുമൊക്കെ ഉപകരിക്കുന്നതായ കാരുണ്യ പ്രവർത്തനങ്ങളും ദീനീ സ്ഥാപനങ്ങൾക്കും ദീനീ സംരംഭങ്ങൾക്കും വേണ്ടിയുള്ളതായ സഹായങ്ങളും അത് ഒരാളും എടുത്തു പറയാനോ അല്ലെങ്കിൽ അത് പുറത്തേക്ക് കൊണ്ടുവരാനോ അത് സമൂഹത്തിൻ്റെ മുന്നിലേക്ക് പരസ്യം ചെയ്യാനോ കാണിക്കാനോ ആരും തയ്യാറാവുന്നില്ല എന്നുള്ളത് ഒരു ദുഃഖസത്യമാണ്. എല്ലാവർക്കും എടുത്തു കാണിക്കാനുണ്ടാകുക ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളുടെ വാക്കിലോ നോക്കിലോ പ്രവൃത്തിയിലോ എന്തെങ്കിലും ഒരു ചെറിയ ഒരു ന്യൂനത അതുണ്ടായിട്ടുണ്ടെങ്കിൽ അത് അടുത്ത ദിവസം ഫുള്ള് എല്ലായിടത്തും എത്തിയിട്ടുണ്ടാവും. നല്ല പരസ്യമാണ് അതിന് കിട്ടുക. ഏതോ ഒരു ഉസ്താദിൻ്റെ ഒരു പോസ്റ്റ് ഞാൻ വായിക്കുകയുണ്ടായി. അതിന് ഏറ്റവും വലിയ കാരണം മഹാനായ സയ്യിദ് ഹാമിദ് ആറ്റക്കോയ തങ്ങൾക്ക് സംഘടനാ ബന്ധമോ രാഷ്ട്രീയ ബന്ധമൊന്നും കൂടുതലില്ലാത്തത് കൊണ്ട് എല്ലാവർക്കും വേഗം ട്രോളാനും ചാടിക്കയറാനുമുള്ള ഒരു മരമായി ബഹുമാനപ്പെട്ടവരെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണെന്ന്. ഏതാണ്ട് സത്യമാണത്. ആരുടെ പക്ഷവും ചേരാതെ, രാഷ്ട്രീയം ഏതാണെന്ന് നോക്കാതെ, മതം ഏതാണെന്ന് നോക്കാതെ, ജാതി ഏതാണെന്ന് നോക്കാതെ തൻ്റെ മുമ്പിൽ വരുന്നതായ പാവപ്പെട്ട സമൂഹത്തിനെ, പാവപ്പെട്ട കുടുംബങ്ങളെ ചേർത്ത് പിടിച്ച് അവർക്ക് വേണ്ടതെന്താണോ അത് അന്വേഷിച്ചറിഞ്ഞ് വേണ്ടത് വേണ്ട സമയത്ത് ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതാണ് മഹാനവറുകൾ ചെയ്യുന്ന തെറ്റ്. അത് തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് നമുക്ക് സമ്മതിച്ചു കൊടുക്കാം. അതാണ് ബഹുമാനപ്പെട്ടവർ ചെയ്യുന്നത്. ഇന്നിവിടെ ഈ സദസ്സിൽ വന്നാൽ നമുക്ക് കാണാൻ കഴിയും 120-ൽ ചില്ലാനം വരുന്ന കുടുംബങ്ങൾ അവരിവിടെ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളുടെ കയ്യിൽ നിന്ന് ഈ മജ്ലിസിൽ നിന്ന് ഏറ്റുവാങ്ങുന്നതായ ആ ധനസഹായം അതവരുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ നേരത്തെ ബഹുമാനപ്പെട്ട സഫീള്ള തങ്ങൾ പറഞ്ഞതുപോലെ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും കഴിവില്ലാത്ത ആളുകളുണ്ട് ഈ കൂട്ടത്തിൽ. അത് 15 വയസ്സിൽ താഴെയുള്ള
നേരത്തെ പറഞ്ഞതുപോലെ 3 മാസം പ്രായമുള്ള ചെറിയ മക്കളടക്കം ഇതിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് നമുക്കിതിനെ എതിർക്കാൻ കഴിയുന്നത്? എങ്ങനെയാണ് ഇതിനെ വിമർശിക്കാൻ നമുക്ക് കഴിയുന്നത്? നന്മകൾ കണ്ടാൽ അതിനെ പ്രോത്സാഹിപ്പിക്കണമെന്നാണ് നമ്മളൊക്കെ പഠിച്ചതും പഠിപ്പിക്കുന്നതും. തിന്മകൾ കണ്ടാലോ അത് സതുപദേശം നൽകുക, നസീഹത്ത് എന്നുള്ള നിലക്ക് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ ആ വ്യക്തിയെ കണ്ട് അല്ലെങ്കിൽ ആ വ്യക്തിയെ രഹസ്യമായി വിളിച്ച് നിങ്ങളുടെ അടുക്കൽ ഇന്നാലിന്ന പോരായ്മയുണ്ട്, ഇന്നാലിന്ന കുറവുണ്ട്, അത് നിങ്ങൾ പരിഹരിക്കണം, അത് നിങ്ങൾ തിരുത്തണം എന്ന് പറയലാണ് ഒരു വിശ്വാസിയുടെ ബാധ്യതയും ഉത്തരവാദിത്വവും. അതാണ്. ഇത് എന്തെങ്കിലും ന്യൂനതകൾ കണ്ടാൽ അത് പരസ്യം ചെയ്ത് എങ്ങനെങ്കിലും ഈ മജ്ലിസിനെ തകർക്കണം, ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ നേതൃത്വം കൊടുക്കുന്നതായി സംരംഭത്തെ പാടെ നശിപ്പിച്ച് കളയണമെന്നുള്ള ആ ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടെയാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതായ പല ആളുകളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവരുടെ പ്രവർത്തനം അതാണ്. നമ്മളൊക്കെ മനസ്സിലാക്കണം. അതുകൊണ്ട് നൂറെ ഹബീബ് കുടുംബത്തിലുള്ളതായ 10,000 വരുന്ന വിശ്വാസികൾ, ആ വിശ്വാസികളോട് എനിക്ക് പറയാനുള്ളത്, ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം ഇവർ നടത്തുന്നത് എങ്ങനെയെങ്കിലും ഈ മജ്ലിസിനെ തകർക്കുക എന്നുള്ളൊരൊറ്റ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. അതുകൊണ്ട് അത്തരം കുപ്രചരണങ്ങളിൽ വഞ്ചിതരാവാതെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ, ഇതിൻ്റെ സത്യം എന്താണെന്ന് മനസ്സിലാക്കാൻ, ഇവിടെ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ഈ മുറ്റത്തേക്ക് ഞങ്ങൾ നിങ്ങളൊക്കെ സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ വന്ന് നിങ്ങൾ കണ്ട്, അല്ലെങ്കിൽ ഇവിടെ മജ്ലിസ് നടക്കുന്ന സമയത്ത് ആ മജ്ലിസിൽ നിങ്ങൾ വന്ന് കണ്ട് നിങ്ങൾക്ക് ബോധ്യപ്പെടാവുന്ന കാര്യങ്ങളെ ഇവിടെ നടക്കുന്നുള്ളൂ. എന്നോട് പല സുഹൃത്തുക്കളും പല ഉസ്താദുമാരും പല പണ്ഡിതന്മാരും സംഘടനാ നേതാക്കളുമൊക്കെ എന്നോട് വിളിച്ചു ചോദിക്കാറുണ്ട്, കാണുമ്പോൾ ചോദിക്കാറുണ്ട്, എന്താണ് ഇങ്ങനെ പല ആക്ഷേപങ്ങളും കാണുന്നത്? ഞാൻ അതിനൊരൊറ്റ മറുപടി പറയുള്ളൂ, നിങ്ങൾ നേരിട്ട് വന്നോളി, നിങ്ങൾക്ക് നേരിട്ട് വരാം, മഹാനായ സയ്യിദ് അവറുകളുടെ വീട്ടിൽ വരാം, മജ്ലിസ് നടക്കുമ്പോൾ ആ മജ്ലിസിലേക്ക് നിങ്ങൾക്ക് വരാം, എന്താണ് അവിടെ നടക്കുന്നതെന്ന് നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടാം, എന്നിട്ട് നമുക്ക് സംസാരിക്കാം എന്ന് ഞാൻ പറയാറുണ്ട്. അപ്പോൾ അവർ പറയില്ല, കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ നാട്ടിലത്തെ പല ആളുകൾക്കും വിളിച്ചിരുന്നു, അവരൊക്കെ അതിനെപ്പറ്റി പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് പറയും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ പോരായ്മ ഉണ്ടെങ്കിൽ അത് ഊതി വീർപ്പിച്ച് സമൂഹത്തിന് കിട്ടേണ്ടതായിരിക്കുന്ന ഒരു കാരുണ്യ പ്രവർത്തനം അല്ലെങ്കിൽ ഒരു സഹായഹസ്തം അതെങ്ങനെങ്കിലുമൊക്കെ നശിപ്പിച്ച് കളയുകയും അതിന് വിലങ്ങ് നിന്നുകൊണ്ട് അതെങ്ങനെയെങ്കിലൊക്കെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യമാണ് ഇതിൻ്റെ പിന്നിലുള്ളതെന്ന് നമ്മളൊക്കെ മനസ്സിലാക്കി ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ നമ്മളെന്നും പ്രോത്സാഹിപ്പിക്കുകയും നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങളും സഹകരണങ്ങളും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യണമെന്നാണ് വളരെ വിനീതമായി ആവശ്യപ്പെടാനുള്ളത്. ഇങ്ങോട്ട് പറയുന്ന ആളുകളെ, ഇങ്ങോട്ട് വിഷമിപ്പിക്കുന്ന ആളുകളെ, ഇങ്ങോട്ട് പ്രയാസപ്പെടുത്തുന്ന ആളുകളെ പരമാവധി ക്ഷമയോടുകൂടെ അവരെ കൈകാര്യം ചെയ്തുകൊണ്ട്, ക്ഷമയോടുകൂടെ അവരുടെ വിമർശനങ്ങളൊക്കെ കേട്ട് പാതാളത്തോളം താന്നു പോകുന്നു മഹാനായ സയ്യിദ് അവറുകൾ. പിന്നെ ചേരയാണെങ്കിലും പറയാറുണ്ട്, മടയിലിട്ട് കുത്തിയാൽ ചേരയും തിരിഞ്ഞു കടിക്കുമെന്ന് പറയാറുണ്ട് എന്ന രൂപത്തിൽ സോഷ്യൽ മീഡിയകളിലും ചാനലുകൾക്ക് മുമ്പിലും വന്ന് മഹാനവറുകളുടെ കുടുംബത്തെയും ഈ വീടിനെയും ഇതൊരു വേശ്യാലയമാണ്, വ്യഭിചാരശാലയാണ്, മഹാനായ തങ്ങൾ കള്ളനാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അവിടുത്തെ മനസ്സ് വേദനിച്ച് മനസ്സ് പൊട്ടിപ്പോയി. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്തോ തന്നെ നാവുകൊണ്ട് പറഞ്ഞുപോയി ഒരു വാക്ക്, അതുമാത്രം എടുത്ത് മഹാനവറുകളെ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളെ സമൂഹ മധ്യത്തിൽ ഒന്നിനും പറ്റാത്തവനായി ചിത്രീകരിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കഴിഞ്ഞ 2 ആഴ്ചകളിൽ നമ്മളൊക്കെ കാണാനും കേൾക്കാനും കഴിഞ്ഞത്. സംഭവം എന്താണ്? ഇതിൻ്റെ നിജസ്ഥിതി എന്താണ്? എൻ്റെ കുടുംബത്തെ പറ്റി, എൻ്റെ വീട്ടുകാരെ പറ്റി, എൻ്റെ വീടിനെ പറ്റി അതൊരു വേശ്യാലയമാണ്, അവിടെ വ്യഭിചാരമാണ് നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ സഹിക്കും? എനിക്കും ഭാര്യയും എൻ്റെ മക്കളും ഇല്ല എൻ്റെ വീട്ടിൽ. അതേ പ്രകാരം തന്നെയാണ് മഹാനായ സയ്യിദ് അവറുകളുടെ വീടിനെ പറ്റിയും ഈ കുടുംബത്തെ പറ്റിയും ഇവിടെ താമസിക്കുന്നവരെ പറ്റിയുമൊക്കെ അത് വേശ്യാലയമാണ്, വ്യഭിചാരശാലയാണ്, അവർ കള്ളന്മാരാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ മഹാനായ സയ്യിദ് അവറുകൾ ഒരു മദ്ലൂമായി മാറുകയാണ്. അവിടെ ആക്രമിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ട് എന്നാണ് മഹാനായ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ
ആ ഒരൊറ്റ വാക്ക് പുലരുകയാണ് ചെയ്തത്. അത്രയും മനസ്സ് വേദനിച്ച് മഹാനായ സയ്യിദ് അവറുകൾ മനസ്സ് പൊട്ടിയിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുണ്ടാവാം. കാരണം ഒരാളോടല്ല പറയുന്നത്, ഒരു ചാനലിൻ്റെ മുമ്പിൽ വന്ന് സമൂഹ മധ്യത്തിൽ മുഴുവനും ഈ കുടുംബത്തെ താറടിക്കുന്ന രൂപത്തിൽ ഒരു സഹോദരി പറഞ്ഞപ്പോൾ മനസ്സ് പൊട്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടാവാം. അതിൻ്റെ ഫലമായിരിക്കാം ആ സഹോദരി അനുഭവിച്ചിട്ടുണ്ടാകുക. എന്തായാലും ആ സഹോദരിക്ക് അള്ളാഹ് പുറത്തു കൊടുക്കട്ടെ എന്നാണ് ഞാൻ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നത്. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത്ര വിഷമിച്ചിട്ട് പറഞ്ഞൊരു വാക്കായിരിക്കാം അത്. അതുകൊണ്ട് അതിൻ്റെ പേരിൽ അതൊരു വലിയൊരു അപരാധമായിട്ട് എല്ലാവരെയും വിളിച്ച് കേൾപ്പിച്ച് എല്ലാവരുടെ മുമ്പിലേക്കും അത് എത്തിച്ചു കൊടുത്ത് എന്നിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ അതിനെ തകർക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങൾ എത്ര കണ്ട് തകർക്കാൻ ശ്രമിക്കുന്നുണ്ടോ അത്ര കണ്ട് നൂറെ ഹബീബ് മജ്ലിസും ഈ കുടുംബവും വളർന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾക്കിതൊരിക്കലും തകർക്കാൻ കഴിയൂല എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അത്രം ട്രോൾ ചെയ്യുന്നതായ ട്രോളന്മാരോടും അതുപോലെ തന്നെ ഇതിനെ പരിഹസിക്കുന്ന ആളുകളോടൊക്കെ പറയാനുള്ളത്, ഞങ്ങൾ ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കി ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് ഞാനും നിങ്ങളെപ്പോലെ ഒരു അന്വേഷിയായി അന്വേഷണം നടത്തി കുറേ കാലം ഇതിനു വേണ്ടി ഞാനും പരിശ്രമിച്ചിട്ടുണ്ട്. ആ അന്വേഷണത്തിൽ എനിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഞാൻ ഈ ഒരു കുടുംബത്തിൽ അംഗമായി ചേരുന്നത്, ഈ മജ്ലിസുമായി ഞാൻ സഹകരിക്കുന്നത്. ഇപ്പോൾ അൽഹംദുലില്ലാഹ് ഒരു വലിയ പ്രവർത്തനം, ഒരു സൽക്കർമ്മം മഹാനവറുകളുടെ നേതൃത്വത്തിൽ നടത്താൻ നമുക്ക് കഴിയുന്നു. 50ഓളം വരുന്ന വിദ്യാർത്ഥികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപ മഹാനായ സയ്യിദ് അവറുകൾ ചെലവഴിച്ചുകൊണ്ട് വലിയ സംവിധാനങ്ങളും സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി 50ഓളം വരുന്ന വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ, മതഭൗതിക വിദ്യാഭ്യാസം കൊടുക്കാനുള്ള ദർസ് സംവിധാനം മഹാനായ സയ്യിദ് അവറുകൾ തുടക്കം കുറിച്ചിരിക്കുകയാണ്. അതിനുള്ള സഹായങ്ങളും സഹകരണങ്ങളും ബിൽഡിങ്ങും മറ്റുള്ള സംവിധാനങ്ങളെല്ലാം മഹാനായ സയ്യിദ് അവറുകൾ ഒരുക്കി തന്നപ്പോൾ ഓരോ ദിവസവും ആ മുതഅല്ലിമീങ്ങൾക്ക് വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം കൊടുക്കാൻ ആളുകൾ ഇന്ന് തിരക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് എൻ്റെ വകയാവണം, ഇന്ന് എൻ്റെ വകയാവണം എന്ന് പറഞ്ഞ് ഓരോ ദിവസവും മഹാനായ സയ്യിദ് അവറുകളെ വിളിച്ചുകൊണ്ട് അവർ ഡേറ്റ് ചോദിക്കുന്നു. ഇന്ന ഡേറ്റിന് എൻ്റെ വകയായിരിക്കണം ആ കുട്ടികൾക്കുള്ള ഭക്ഷണം, അവർക്കൊരു നേരത്തെ പായസം കൊടുക്കണം, ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കണം, ഒരു ചാക്ക് അരി അവരുടെ ഭക്ഷണത്തിലേക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ് കഴിഞ്ഞ ആഴ്ച ഉംറ ഗ്രൂപ്പിൽ ഇവിടെ നിന്ന് ഉംറക്ക് പോയ ഒരു കുടുംബം ഉംറ കഴിഞ്ഞ് വന്നപ്പോൾ അവരുടെ വാഹനവുമായി കൊണ്ട് ആ സ്ഥാപനത്തിലേക്ക് വരുന്നത് ആ വാഹനം നിറയെ പച്ചക്കറികളുമായി കൊണ്ടാണ്. ഏതാണ്ട് ഒരാഴ്ചക്കാലം ഉപയോഗിക്കേണ്ട എല്ലാ പച്ചക്കറി സാധനങ്ങളും ആ സഹോദരൻ കൊണ്ടുവന്ന് അവിടെ ഇറക്കി വെച്ച് പോവുകയാണ്. കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞില്ല, അപ്പോഴേക്ക് ആ സഹോദരൻ്റെ രാത്രി മഗ്രിബിൻ്റെ സമയത്ത് കുട്ടികളൊക്കെ പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുന്ന സമയത്ത് ആ സഹോദരൻ വീണ്ടും വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത് 3 കൊല നേന്ത്രപ്പഴമാണ് അദ്ദേഹത്തിൻ്റെ വാഹനത്തിലുള്ളത്. അതൊക്കെ ഇറക്കി വെച്ചിട്ട് പറഞ്ഞു, ഈ കുട്ടികൾ നമ്മുടെ വീട്ടിൽ കഴിയുന്നതിനേക്കാളൊക്കെ സുഖമായിട്ട് അവരിവിടെ വെച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കണം, അവർ പഠിക്കണം, അവർ കളിക്കണം, ഞങ്ങളൊക്കെ അതിൻ്റെ പിന്നിലുണ്ടെന്ന് പറഞ്ഞ് ആ സഹോദരൻ സന്തോഷത്തോടു കൂടെ അത് ഇറക്കി വെച്ച് പോവുകയാണ്. ഇങ്ങനെ ഓരോ സമയങ്ങളിലും പല സഹായങ്ങളുമായി കൊണ്ട് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇതൊന്നും നിർബന്ധിച്ച് അപ്പോഴും മഹാനായ സയ്യിദ് അവറുകൾക്ക് ഞാൻ അതിൻ്റെ ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് വിട്ടുകൊടുത്തു. അപ്പോൾ പറഞ്ഞത്, ഉസ്താദേ ഒരാളെയും വിളിച്ച് നിർബന്ധിക്കരുതേ, ഒരാളെയും വിളിച്ച് പ്രയാസപ്പെടുത്തിയിട്ട് ഒരു സാധനം ചോദിച്ചു വാങ്ങരുതേ എന്നാണ് എന്നോട് പറഞ്ഞ നിർദ്ദേശം. എൻ്റെ കയ്യിലുണ്ട് 10 വർഷം ദർസ് നടത്താനുള്ള ഫണ്ട് ഞാൻ മാറ്റിവെച്ചിട്ടുണ്ട്, എൻ്റെ സ്വന്തം വകയായി ഞാൻ മാറ്റിവെച്ചിട്ടുണ്ടെന്ന് മഹാനായ സയ്യിദ് അവറുകൾ പറയുകയുണ്ടായി. അതുകൊണ്ട് ഒരാളെയും നിർബന്ധിച്ച് ഒരാളെയും വിഷമിപ്പിച്ച് പ്രയാസപ്പെടുത്തിയിട്ട് ഒന്നും ചോദിച്ചു വാങ്ങരുത് എന്നുള്ള നിർദ്ദേശമാണ് മഹാനായ സയ്യിദ് അവറുകൾ നൽകിയത്. അതുകൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂടിയ നല്ലവരായ സഹോദരന്മാർ, സഹോദരിമാർ, എൻ്റെ ശബ്ദം കേൾക്കുന്നതായ എൻ്റെ മാന്യ സഹോദര സഹോദരിമാർ, നന്മ ചെയ്യുന്നതാരാണെങ്കിലും അവരുടെ കൂടെ നമ്മൾ നിൽക്കണം. വതആവനു അലൽ ബിർരി വത്തഖ്വാ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. നന്മക്ക് വേണ്ടിയിട്ട് ഗുണകരമായ പ്രവർത്തനങ്ങൾ ആര് കാഴ്ചവെക്കുന്നുണ്ടോ അതിനുവേണ്ടി നിങ്ങൾ പരസ്പരം കൈകോർക്കുകയും പരസ്പരം സഹായിക്കുകയും ചെയ്യണമെന്നാണ് പരിശുദ്ധമായ ഖുർആൻ്റെ പ്രഖ്യാപനം. വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. കുറ്റകരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആര് നിങ്ങളെ ക്ഷണിച്ചാലും ആര് നിങ്ങളോട് പക്ഷം ചേരാൻ ആവശ്യപ്പെട്ടാലും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു തരി പോലും സഹായം അവർക്ക് ചെയ്തു കൊടുക്കരുത് എന്നാണ് പരിശുദ്ധമായ ഖുർആനിൻ്റെ പ്രഖ്യാപനം. ഇത് മാത്രം നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് അല്ലാഹു റബ്ബു സുബ്ഹാനഹു വ തആല ഇവിടെ ഒത്തുകൂടിയതുപോലെ സ്വർഗ്ഗലോകത്തും ഒത്തുകൂടാൻ നമുക്കൊക്കെ ഭാഗ്യം നൽകുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്ത്
ഈ കുടുംബത്തിന് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. ഇവർ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ, നന്മകൾ എന്നും സമൂഹത്തിൻ്റെ മുന്നിൽ നിൽക്കുകയും സമൂഹത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊർജവും കൂടുതൽ പ്രോത്സാഹനവും നൽകാൻ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്കും അവരെ സഹായിക്കുന്നവർക്കും അള്ളാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. ഇവിടെ ഒത്തുകൂടിയതായിരിക്കുന്ന കുടുംബങ്ങൾ, ആ കുടുംബങ്ങളിലൊക്കെ അള്ളാഹു തആല ഖൈറും ബറക്കത്തും ക്ഷേമവും ഐശ്വര്യവും നിലനിർത്തി കൊടുക്കട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.